ഇന്ന് നമ്മൾക്ക് മൈ ഗവൺമെൻറ് പോർട്ടൽ എന്ന സംവിധാനത്തെക്കുറിച്ച് അറിയാം. ഗവൺമെൻറ് ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നതിനുള്ള ലക്ഷ്യം കൈവരിക്കുന്നതിനായി തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് അതിൽ പൗരന്മാരുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി ആരംഭിച്ച ഒരു പോർട്ടലാണിത്. ഇതിൽ പൗരന്മാരുമായി നയ രൂപീകരണത്തിനായി പൊതു താൽപ്പര്യത്തിൻ്റെയും ക്ഷേമത്തിൻ്റെയും വിഷയങ്ങളിൽ ജനങ്ങളുടെ അഭിപ്രായം തേടുന്നതിന് ഒന്നിലധികം സർക്കാർ സ്ഥാപനങ്ങളുമായും മന്ത്രാലയങ്ങളുമായും സഹകരിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സിറ്റിസൺ എൻഗേജ്മെൻറ്റ് പ്ലാറ്റ്ഫോമാണ് മൈ ഗവൺമെൻറ് പോർട്ടൽ സ്ഥാപിതമായത്. സാധാരണ പൗരന്മാരെ മൊത്തത്തിൽ ഉൾപ്പെടുത്തി പങ്കാളിത്ത ഭരണ സംരംഭമായി നടപ്പിലാക്കുന്ന ആദ്യത്തെ സവിശേഷമായ ഒരു സംരംഭമാണ് മൈ ഗവൺമെൻറ് പ്ലാറ്റ്ഫോം. ഇന്ത്യയുടെ സാമൂഹികവും സാമ്പത്തികവുമായ പരിവർത്തനത്തിന് സംഭാവന നൽകുക എന്ന ലക്ഷ്യത്തോടെ സാധാരണ പൗരന്മാരെയും വിദഗ്ധരെയും ഉൾപ്പെടുത്തി ആശയങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും ആരോഗ്യകരമായ കൈമാറ്റത്തിനുള്ള ഒരു ഇൻ്റർഫേസ് സൃഷ്ടിക്കുന്നതിലൂടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ഗവൺമെൻറ്റിനെ സാധാരണക്കാരുമായി അടുപ്പിക്കുന്നതിനാണ് മൈ ഗവൺമെൻറ് പ്ലാറ്റ്ഫോം എന്ന ആശയം. 2014 ജൂലൈ 26 ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ആരംഭിച്ചതിന് ശേഷം 2023 വരെ 30 മില്യൺ ആളുകൾ ഇതിൽ രജിസ്റ്റർ ചെയ്ത ഉപഭോക്താക്കൾ ആയിട്ടുണ്ട്. മിക്കവാറും എല്ലാ സർക്കാർ വകുപ്പുകളും അവരുടെ പൗരന്മാരുടെ ഇടപെടൽ പ്രവർത്തനങ്ങൾക്കും നയ രൂപീകരണത്തിനുള്ള കൂടിയാലോചനകൾക്കും വിവിധ സർക്കാർ പദ്ധതികൾക്കും പരിപാടികൾക്കുമുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് എത്തിക്കുന്നതിനും മൈ ഗവൺമെൻറ് പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നു. ഇത് മാത്രമല്ല, ഇതിലൂടെ നിങ്ങൾക്ക് ക്വിസ് കോമ്പറ്റീഷൻ അതിൽ പങ്കെടുക്കാം. അതുപോലെ ഗവൺമെൻറ് പ്രോഗ്രാംസിൻ്റെ അതിൻ്റെ ലോഗോ തയ്യാറാക്കാം, അതിൻ്റെ പേര് നൽകാം, അതിനുള്ള സ്ലോഗൻസ് നൽകാം. ഇതിലൊക്കെ തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സമ്മാനങ്ങളും കിട്ടുന്നതിന് സർട്ടിഫിക്കറ്റുകളും കിട്ടുന്നതാണ്. അതുകൊണ്ട് മൈ ഗവൺമെൻറ് പോർട്ടൽ അതിൽ നിങ്ങൾ കൂടി പങ്കാളിയാകുക. ഇമെയിലും ഫോൺ നമ്പറും കൊടുത്ത് ലോഗിൻ ചെയ്യാവുന്നതാണ്. അങ്ങനെ ലോഗിൻ ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ഇന്ത്യയുടെ ഭരണത്തിൽ എടുക്കേണ്ട തീരുമാനങ്ങളിൽ എല്ലാം പങ്കാളിയാകുന്നതിന് അവസരം ലഭിക്കുന്നതാണ്. അതോടൊപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ അറിവ് പരീക്ഷിക്കുന്നതിനും അതോടൊപ്പം നിങ്ങൾക്ക് പുതിയ പേരുകളോ പുതിയ ലോഗോയോ അതുപോലുള്ള കാര്യങ്ങളൊക്കെ രാഷ്ട്രത്തിന് സംഭാവന ചെയ്യുന്നതിനും അവസരങ്ങൾ ലഭിക്കുന്നതാണ്. കേരളത്തിൽ നിന്ന് സാമാന്യേന കുറവ് ആളുകളാണ് ഇതിൽ ചേർന്നിട്ടുള്ളത് എന്നുള്ളത് കൊണ്ട് തീർച്ചയായും കൂടുതൽ മലയാളികൾ മൈ ഗവൺമെൻറ് പോർട്ടൽ എന്ന സംവിധാനത്തിൽ ചേരണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു.